കൊല്ലം മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ല. 5 വർഷം പ്രേമേന്ദ്രൻ ഭരിച്ചിട്ട് ഒരു വികസനവും ഇല്ല. അണ്ടി ആഫീസ് കൂട്ടി, കയർ ഫാക്ടറി കൂട്ടി, സ്പിന്നിങ് മില്ല് കൂട്ടി, പാർവതി മില്ല് കൂട്ടി, ഒരു ജോലികളും ഇല്ല. വിദ്യാഭ്യാസം മൊത്തം തകരാറിലാണ്. അതുപോലെ തന്നെ പാരിപ്പള്ളി ESA ആ ആശുപത്രിയിൽ നല്ലൊരു മരുന്നുമില്ല, നല്ല ഡോക്ടർമാരുമില്ല. പരവൂർ പൊഴിക്കര ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അവിടെയും ഒന്നും ഇല്ല. കുറഞ്ഞ ഇതിലാണ് മരുന്നുകളും എല്ലാം. രാവിലെ 9 മണി തൊട്ട് 1 മണി വരെയുള്ള അവിടുത്തെ OP. പ്രൈവറ്റ് ആശുപത്രി പോയാൽ മരുന്നുണ്ട്, ബാക്കിയുള്ള ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു വികസനവും ഇല്ല. ഇപ്പം ചാത്തന്നൂർ തൊട്ട് പൊഴിക്കര അമ്പലം വരെ റോഡ് ഇതാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ റോഡാണ്. പൊഴിക്കരയിൽ നിന്ന് പാരിപ്പള്ളി റൂട്ടും കേന്ദ്ര സർക്കാരാണ് റോഡ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം പദ്ധതി കിട്ടിയ വീട്, മോദി സർക്കാരിൻ്റെ വീട്, അത് എനിക്ക് വീട് കിട്ടിയാക്കുന്നത് വസ്തു മേടിക്കാനും വീട് വയ്ക്കാനും പാറേക്കാവിലാണ് ഞാൻ വീട് വെച്ചാക്കുന്നത്. സാമ്പത്തികത്തിൽ എൻ്റെ മോൾക്ക് മോദിയുടെ 2000 രൂപ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു ഉപകാരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ മോൾക്കാണെങ്കിൽ ഭർത്താവില്ലാത്തൊരു മോളാണ്. അപ്പോൾ അത് 2 കുട്ടികളാണുള്ളത്. അവരെ അത് കിട്ടുന്നത് പറ്റിയൊരു വലിയ ഉപകാരമായിട്ടാണ് ഞങ്ങൾ കൃഷിഭവൻ മുഖേന എഴുതി കൊടുത്ത്. ആര് ജയിച്ചിരുന്നാലും ഇത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരുന്ന ആളുകൾ വേണം ഭരിക്കാൻ. അല്ലാതെ മറ്റാളുകളെ പോലെ ഭരണം നടന്നിരുന്നാൽ ജനങ്ങൾ നശിച്ചു പോത്തതേ ഉള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. കൊല്ലം പരവൂരാണ്, പരവൂർ മണ്ഡലമാണ്. ഒരിക്കലും കപ്പളച്ചൂടിനാണ് എൻ്റെ വീട്. അതുകൊണ്ടൊക്കെ എൻ്റെ ജോലി മനക്കയറ്റമാണ്. നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നല്ല ഭരണം വേണമെന്നുള്ള ചിന്തയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുവരെ ഘട്ടങ്ങളിലെ വികസനങ്ങൾ വന്നിട്ടില്ല. നമ്മളെന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് നല്ലൊരു എന്ത് കിട്ടണമെന്നുള്ളതിലാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് എല്ലാം കിട്ടണ്ടേ? നല്ല എന്തെങ്കിലും ആശുപത്രിയെല്ലാം മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം എന്ത് കിട്ടുമല്ലോ. നല്ല ചിന്ത നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ളവർ ജയിപ്പിക്കുള്ളത്. എങ്കിലേ അത് നാട് നന്നാവുള്ളൂ. വളരെ കാലമായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വസ്തു ഉണ്ടായിരുന്നു. അപേക്ഷ കൊടുത്ത് പെട്ടെന്ന് തന്നെ PMA വഴി വീട് കിട്ടിയിരുന്നു. കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ PMA വഴി 2000 രൂപയും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിൽ നല്ലോണം വികസനം കൊണ്ടുവരുന്നവർ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.